ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കലേറ്റി CSI റിസറക്ഷൻ ചർച്ചിന്റെ ഈ ആരാധനയിലേക്ക് കലേറ്റി ദേശത്തും മറ്റനേക നാടുകളിൽ ഇരുന്നുകൊണ്ട് ഈ ആരാധന ശ്രദ്ധിക്കുന്ന, ഈ ആരാധന പങ്കുകൊള്ളുന്ന ഏവരെയും വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആരാധന ആരംഭിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിന്റെ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ ശുശ്രൂഷയ്ക്കായി അടിയങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ അടിയങ്ങളെ സജ്ജരാക്കുന്ന ദൈവം അവിടുന്നാകുന്നുവല്ലോ. അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ ആരാധനയ്ക്കായി അടിയങ്ങളിതാ കടന്നു വന്നിരിക്കുന്നു. അതോടൊപ്പം ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങളുടെ വിശ്വാസികൾ ഈ ആരാധന പങ്കെടുക്കുമ്പോൾ എല്ലാവരെയും അവിടുത്തെ കൃപയാൽ നിറയ്ക്കണമേ, എല്ലാവരെയും അവിടുന്ന് ശക്തീകരിക്കണമേ. ഞങ്ങൾ ആരാധന ആരംഭിക്കുന്നു. ആദിയോടൊപ്പം അവിടുന്ന് കൂടെ ഇരിക്കണമേ. യേശു മൂലം അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരമരണമേ. ആമേൻ. കർത്താവിന്റെ സ്തുതിക്കായി നമുക്ക് എല്ലാവർക്കും ചേർന്ന് ജ്ഞാനകീർത്തനം 7 പാടി ദൈവത്തെ ആരാധിക്കാം. ജ്ഞാനകീർത്തനം 7 അതിന്റെ ആദ്യത്തെയും അവസാനത്തെയും ചരണങ്ങൾ. Oh
കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിലമൊത്തം നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളെ വീണ്ടെടുപ്പാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊള്ളും. ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ സമർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമല്ല എന്ന് നാം പറയുന്നവர்கள் നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതി ഒക്കെ നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റപ്പന്റെ അടുക്കൽ ചെന്നവനോടൊപ്പം ഞാൻ സൗഹൃദത്തോടും നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ പകർന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. സർവശക്തിയും മഹാകരുണാമയനായ ഞങ്ങളുടെ മരണങ്ങളെ വഴിതിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തത്തിലെ പാവങ്ങളെ നടന്നിരിക്കുന്നു. ഞങ്ങളുടെ വിശുദ്ധങ്ങളെ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാറുണ്ട്. ചെയ്തവരെ ചിന്തിക്കുന്നു. ഞങ്ങൾ സൗഖ്യമില്ല. ഹർഷമാരായ പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ.
ഭൂമിയിൽ അവർക്ക് വസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പെടുക. നാം സ്തോത്രത്തോടെ അവനെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവനെ ഘോഷിക്കുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗം അവന്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, കരയെയും അവന്റെ കൈകൾ മറഞ്ഞിരിക്കുന്നു. ഒരു നാം വഴി നമസ്കരിക്കാതെ നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ മേക്കിലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് എല്ലാവർക്കും നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 119 സങ്കീർത്തനം. 119 സങ്കീർത്തനം 89 മുതൽ 104 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വാക്യമായിട്ട് വായിക്കാം. 119, 89 മുതൽ 104 വരെയുള്ള വാക്യങ്ങൾ. യഹോവേ, നിന്റെ വചനം സ്വർഗ്ഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. നിന്റെ വിശ്വസ്തത തലമുറയോടെ വഹിക്കുന്നു. നീ ഭൂമിയെ സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു. അവ ഇന്നുവരെ നിന്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു. സകല സൃഷ്ടികളും നിന്റെ ദാസന്മാരല്ലോ. നിന്റെ ന്യായപ്രമാണം എന്റെ പ്രബോധനമായിരുന്നില്ലെങ്കിൽ ഞാൻ എന്റെ കഷ്ടത്തിലേക്ക് നശിച്ചു പോകുമായിരുന്നു. ഞാൻ ഒരു നാളും നിന്റെ പ്രമാണങ്ങളെ മറക്കുകയില്ല. അവയെ കണ്ടല്ലോ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്. ഞാൻ നിനക്കുള്ളവനത്രേ, എന്നെ രക്ഷിക്കണമേ. ഞാൻ നിന്റെ പ്രമാണങ്ങളെ അന്വേഷിക്കുന്നു. ദുഷ്ടന്മാരെ നശിക്കുവാൻ പതിയിരിക്കുന്നു. ഞാൻ അവരുടെ സാക്ഷ്യങ്ങളെ ചിന്തിച്ചുകൊള്ളും. നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം. ഇടപെടാതെ അത് എന്റെ ധ്യാനമാകുന്നു. നിന്റെ കൽപ്പനകൾ എന്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാകുന്നു. അവ എപ്പോഴും നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ ധ്യാനമായിരിക്കുന്നുണ്ട്. എന്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കാൻ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു. നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. നീ എന്നെ ഉപദേശിച്ചിരിക്കാൻ ഞാൻ നിന്റെ വിധികളെ വിട്ടുമാറിയിട്ടില്ല. തിരുവചനം എന്റെ എണ്ണാക്കിനത്ര മധുരം, അവ എന്റെ വായിക്ക് തേനിലും നല്ലത്. നിന്റെ പ്രമാണങ്ങൾ വിവേകമുള്ളവനാകുന്നു. അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗം വെക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഇരിക്കാം. പഴയ നിയമ വേദഭാഗം വായിക്കും. ഇന്ന് കാലത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം വേദഭാഗം ആവർത്തന പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെ. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം മുതൽ 7-ാം വാക്യം വരെ. നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിനും നിന്റെ ജീവിതകാലമൊക്കെയും നീയും നിന്റെ മകന്റെ മകന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ എല്ലാ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിക്കാൻ തക്കവണ്ണം അവനെ ഭയപ്പെടേണ്ടതിനും നീ ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിനുമായി നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് ഉപദേശിച്ചു തരുവാൻ കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഇവ ആകുന്നു. ആകയാൽ ഇസ്രായേലേ, നിനക്ക് നന്നായിരിക്കേണ്ടതിനും നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് ആഗ്രഹിച്ചതുപോലെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ഏറ്റവും വർദ്ധിക്കേണ്ടതിനും നീ കേട്ട് ജാഗ്രതയോടെ അനുസരിച്ച് നൽകുക. ഇസ്രായേലേ, കേൾക്കാം. യഹോവ നമ്മുടെ ദൈവമാകുന്നു. യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം. ഇന്നും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിൽ ഇരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം. അവ നിന്റെ വീടിന്റെ കട്ടളുകളിന്മേലും പടിവാളുകളിലും എഴുതണം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുമെന്ന് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് നിന്നെ കൊണ്ടിരുന്ന നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും നീ നിറയ്ക്കാതെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവുതോട്ടങ്ങളും നിനക്ക് തരികയും നീ തിരുന്ന തൃപ്തി പ്രാപിക്കുകയും
പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നിന്നെ അടിമ വീടായി ഇസ്രായേൽ ദേശത്തിൽ നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം. അവന്റെ നാമത്തിൽ സത്യം ചെയ്യണം. നിന്റെ ദൈവമായ യഹോവയുടെ കോപം നിനക്ക് വിരോധമായി ജ്വലിച്ച് നിന്നെ ഭൂമിയിൽ നിന്ന് നശിപ്പിക്കാതിരിക്കാൻ ചുറ്റുപിടിക്കുന്ന ജാതികളുടെ ദേവന്മാരായ അന്യ ദൈവങ്ങളുടെ പിന്നാലെ നീ പോകരുത്. നിന്റെ ദൈവമായ യഹോവ നിങ്ങളുടെ മധ്യ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. നിങ്ങൾ മസ്സായ വെച്ച് പരീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും നിങ്ങൾ ജാഗ്രതയോടെ പ്രമാണിക്കണം. ഇവിടെ ഒന്നാമത് വായിച്ച് അവസാനിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സഭയുടെ പാട്ട് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. സഭയുടെ പാട്ട്. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവിനെയാകുന്നു ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. സകല ദൈവന്മാരും പരമണ്ഡലങ്ങളും അവയുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കിയാക്കുന്നു. ആകാശവും ഭൂമിയും നിന്റെ പ്രഭാവം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് അപ്പോസ്തലന്മാരുടെ പ്രഭാവ സമൂഹം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വന്ദിതനായ സത്യപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിലെല്ലായിടമുള്ള വിശുദ്ധ സഭ അനുസരിച്ചു കൊള്ളുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ നീ ഫലമേറ്റപ്പോൾ കന്യയുടെ ഗർഭത്തെ വെറുത്തില്ല. നീ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ആകയാൽ നിന്റെ വിലയേറിയ രക്തമുണ്ട്. നീ വീണ്ടെടുത്തവരായ നിന്റെ അടിയാർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്നെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞാൻ നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. രണ്ടാം പാഠഭാഗമായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 24-ാം വാക്യം മുതൽ 29-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം. വിശുദ്ധ മത്തായി അധ്യായം 7, 24 മുതൽ 29 വരെ. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെയും പാറമേൽ വീടുപെടുന്ന ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യരാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അടിച്ച് ആ വീടിന്മേൽ അരച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീഴില്ല. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവരൊക്കെയും മണലിന്മേൽ വീടുപെടുന്ന മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു. അത് വീണു, അതിന്റെ വീഴ്ച വലിയതായിരുന്നു. ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവൻ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചത്. നമുക്കെല്ലാവർക്കും ചേർന്ന് ജ്ഞാനകീർത്തനം 252 അതിന്റെ ആദ്യത്തെ ചരണവും അവസാനത്തെ ചരണവും പാടാം. ജ്ഞാനകീർത്തനം 252.
ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, അടിയന്റെ വായിലെ വാക്കുകളും ഇത് കേൾക്കുന്ന ജനങ്ങളുടെ ചിന്തകളും ദൈവനാമ മഹത്വത്തിന് മുഖാന്തരമായി തീരുവാൻ സഹായിക്കണമേ. ആമേൻ. ദൈവനാമത്തിൽ അവർക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനം അറിയിക്കട്ടെ. കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞ് ഞാൻ സഭാജനങ്ങൾക്ക് തന്ന എന്റെ വോയിസ് മെസ്സേജിൽ ഇന്നു മുതൽ ആരാധന ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ കോവിഡ് എന്ന മഹാമാരി നമ്മുടെ ചെറിയ സംസ്ഥാനത്തെയും കീഴടക്കുകയാണ്. അതിന്റെ ഭാഗമായി തന്നെ നാം സ്ഥിതി ചെയ്യുന്ന പന്മന പഞ്ചായത്തും നമ്മുടെ ടൗണായ കരുനാഗപ്പള്ളി ടൗണും ഒക്കെ വലിയ പ്രശ്നത്തിലാണ്. അതുകൊണ്ട് പ്രത്യേക സാഹചര്യത്തിൽ നിന്നും ഒരു ഓൺലൈൻ ആരാധനയെ പറ്റി ആലോചിക്കുകയും അതിനനുസരിച്ചുള്ള ക്രമീകരണം ചെയ്യുകയും ആണുണ്ടായത്. ഈ മഹാമാരി ലോകത്തിൽ നിന്ന് തുടച്ചു നീക്കുവാൻ കൂടുതൽ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഈ മഹാമാരിയിൽ നിന്ന് രക്ഷ നേടുവാൻ കൂടുതൽ ജാഗ്രതയുള്ളവരായിരിക്കുക എന്ന് പ്രാരംഭമായി ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് സഭയായി നമുക്ക് തന്നിരിക്കുന്ന വിഷയം ദൈവജനത്തെ സജ്ജമാക്കുക എന്നുള്ളതാണ്. Equipping the people of God. ഇന്നത്തെ സുവിശേഷം എന്ന ഭാഗമാണ് ഞാൻ രണ്ടാം പാഠഭാഗമായിട്ട് വായിച്ചത്. അതിൽ വിശുദ്ധ മത്തായി 7-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്. ആകയാൽ എന്നെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെയും പാറമേൽ വീടുപണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. Built his house on the rock. പാറമേൽ വീട് പണിതവൻ, ആ മനുഷ്യനെ ദൈവം വിളിക്കുന്നത് ബുദ്ധിയുള്ള മനുഷ്യനാണ്. മഹാനായ റോബർട്ട് മോഫറ്റിനെ നിങ്ങൾക്കറിയാം. അദ്ദേഹം സുവിശേഷ വേലയ്ക്കായി പോകുമ്പോൾ അദ്ദേഹത്തിന്റെ അമ്മ എല്ലാ ദിവസവും അദ്ദേഹത്തോട് പറയാറുണ്ടായിരുന്നു, ഓരോ ദിവസവും ദൈവത്തോടുകൂടെ ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്യും എന്ന് വാഗ്ദത്തം ചെയ്യുക ദൈവത്തോട്, എന്നിട്ട് നീ സുവിശേഷ വേലയ്ക്കായി പോവുക. ഓരോ ദിവസവും റോബർട്ട് മോഫറ്റിനെ കൊണ്ട് ഈ വാക്കുകൾ പറയിപ്പിച്ചിട്ടാണ് അവന്റെ അമ്മ അവനെ ദൂരേക്ക് അയച്ചിട്ടുള്ളത്. ആവർത്തന പുസ്തകം ഇന്ന് പഴയ നിയമ ഭാഗമായിട്ട് വായിച്ച 6-ാം അധ്യായത്തിന്റെ 6-7 വാക്യം ദൈവം മോശയിലൂടെ തന്റെ ജനത്തെ ആത്മീയമായി സജ്ജമാക്കുന്ന പ്രക്രിയയുടെ ആരംഭമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരിക്കൽ പ്രക്രിയ. അതിന്റെ 6-ാം വാക്യം ആവർത്തന പുസ്തകം 6-ന്റെ 6. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. വാക്യം 7, നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെ കുറിച്ച് സംസാരിക്കുകയും വേണം. തലമുറയെ ദൈവത്തിനായി സജ്ജരാക്കുന്ന പ്രക്രിയയിൽ മുതിർന്നവരുടെ പങ്ക് ഇവിടെ ദൈവം തന്റെ ജനത്തോട് പ്രവാചകൻ മോശയിലൂടെ അറിയിക്കുക. അവയെ നിന്റെ മക്കൾക്ക് നീ ഉപദേശിച്ചു കൊടുക്കണം. നീ വീട്ടിലിരിക്കുമ്പോൾ, വഴി നടക്കുമ്പോൾ, കിടക്കുമ്പോൾ, എഴുന്നേൽക്കും. അതായത് നിന്റെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും നിന്റെ തലമുറയെ ഇത് പഠിപ്പിക്കണം. ഈ വചനം തലമുറയെ ദൈവത്തിനായി സജ്ജമാക്കുന്ന പ്രക്രിയയിൽ മുതിർന്നവരുടെ പങ്ക്. ആത്മീക ലോകത്തിൽ പ്രായമുള്ളവർ അഥവാ മാതാപിതാക്കൾ ആത്മീയരായി മുന്നേറുമ്പോൾ അവരുടെ മക്കളുടെ ആത്മീയത എവിടെ എത്തി നിൽക്കുന്നു?
ഞാൻ നിങ്ങളൊക്കെ ആത്മീയതയിൽ വളരെ മുന്നിലാണെന്നാണ് നമ്മൾ അഭിമാനിക്കുന്നത്. നമ്മൾ അങ്ങനെ അഭിമാനിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ, നമ്മുടെ തലമുറയുടെ ആത്മീയത എവിടെ എത്തി നിൽക്കുന്നു? 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ദേവാലയത്തിൽ വരുവാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് തുടർന്നുള്ള നാളുകളിൽ വരുന്നത് എങ്കിൽ, അങ്ങനെ വരാതെ ഇരിക്കട്ടെ, അങ്ങനെ വരുന്നത് എങ്കിൽ ഈ ദേവാലയത്തിലുള്ള ധാരാളം ബെഞ്ചുകൾ നിറയുവാൻ ആവശ്യമായ ദൈവിക പരിജ്ഞാനം തലമുറയ്ക്ക് ഞാനും നിങ്ങളും നൽകിയിട്ടുണ്ടോ? 6-ാം അധ്യായത്തിന്റെ തന്നെ ആവർത്തന പുസ്തകം 6:12 പറയുന്നത്, നിന്നെ അടിമ വീടായ മിസ്രയീം ദേശത്തിൽ നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുക. അടിമ വീടായ മിസ്രയീമിൽ കിടന്ന അടിയും തൊഴിയും ചവിട്ടും കുത്തുമൊക്കെ ഏറ്റു നീ കിടന്നപ്പോൾ നിന്നെ അവിടെ നിന്ന് മടക്കിക്കൊണ്ടുവന്ന നിന്റെ ദൈവത്തെ മറക്കാതെ ഇരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഈ ദൈവത്തെ മറന്നാൽ അത് നന്ദികേടാണ്. 11-ാമത്തെ വാക്യത്തിൽ ദൈവം തന്ന അനുഗ്രഹങ്ങളാണ്. നീ നിറയ്ക്കാതെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീട്, ഞാൻ നിറയ്ക്കാതെ എന്റെ വീടുകൾ നിറച്ച സമൃദ്ധി, ഹൗസസ് ഫുൾ ഓഫ് ഓൾ ഗുഡ് തിങ്സ്. നീ കുഴിക്കാത്ത കിണർ കുഴിക്കുന്നത് ഒരു വലിയ സംഭവം അല്ലെ? കിണർ കുഴിക്കുമ്പോൾ വെള്ളം കണ്ടു കഴിഞ്ഞാൽ അതിൽ പഴക്കല കുടയുന്ന ഒരിടപാട് എന്റെ നാട്ടിലുണ്ട്. ഇത് വലിയ സന്തോഷം, വെള്ളം കണ്ടതിന്റെ സന്തോഷം. നീ കുഴിക്കാത്ത കിണർ ഞാൻ നിനക്ക് തന്നു. നീ നട്ടുണ്ടാക്കാത്ത മുന്തിരി തോട്ടങ്ങൾ, ഒലിവ് തോട്ടങ്ങൾ തന്നു. ഇതൊക്കെ വലിയ അധ്വാനമുള്ള മുന്തിരി തോട്ടമൊക്കെ റെഡിയായിട്ട് അത് സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ, അതിനെ രൂപപ്പെടുത്തിയെടുക്കണമെങ്കിൽ അത് വലിയ അധ്വാനമുള്ളതാണ്. ഈ അധ്വാനമൊന്നും കൂടാതെ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും തന്ന് അതനുഭവിച്ച് നിങ്ങൾ തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവത്തെ മറക്കരുതെന്നാ പറയുന്നത് മോശ. നാം ദൈവത്തിനായി സജ്ജരാകാൻ ഒരുങ്ങുവാൻ നാം ഈ പ്രബോധനവും അനുസരിക്കണം. അതാണ് ദൈവം പറയുന്നത്. നാം ദൈവിക നന്മകൾ മറക്കാതിരിക്കുക, തലമുറകൾക്ക് ദൈവിക പരിജ്ഞാനം പകർന്നു കൊടുക്കുക. 2 ജോലിയാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, ദൈവിക നന്മകൾ നാം മറക്കാതെ ഇരിക്കുക. 2, തലമുറയ്ക്ക് ദൈവിക പരിജ്ഞാനം നൽകുക. നിങ്ങൾ അനുഭവിച്ച, നിങ്ങളെ ഈ നിലയിലാക്കിയ ദൈവത്തെ തലമുറകൾക്ക് കൊടുക്കുക. നമ്മൾ വായിച്ച കുറിവാക്യം എന്താണ്? വിശുദ്ധ മത്തായി 7:24, ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ദൈവജനം വചനത്തിൽ സജ്ജരാകേണ്ടതിന്റെ ആവശ്യകത എന്താണ്? ഇന്ന് 3 സൂചനകൾ നൽകാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് ദൈവജനം വചനത്തിൽ തങ്ങളെ തന്നെ നിറയ്ക്കണം? ദൈവരാജ്യ കെട്ടുപണിക്ക് വേണ്ടി എങ്ങനെ തന്നെ സജ്ജരാക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? ഈ കാലഘട്ടത്തെ 3 പ്രത്യേകതകൾ ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്, ഇത് ദുരുപദേശങ്ങളുടെ കാലഘട്ടമാണ്. ദുരുപദേശങ്ങൾ. 2 യോഹന്നാൻ 7-ാം അധ്യായത്തിൽ ഈ ക്രിസ്തുവിനെ ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകന്മാർ. എത്ര കഠിനമായ ഭാഷയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വഞ്ചകന്മാർ. എങ്ങനെ വഞ്ചകന്മാരാണ്? എന്തായിരുന്നു അവർ ചെയ്തത്? യേശു ക്രിസ്തുവിനെ ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ഈ ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. ഈ ലോകത്തിൽ ആയിരക്കണക്കിന് ആളുകൾ തങ്ങളാണ് ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിൽ വന്നിട്ടുണ്ട്. 1-2 പേരെ ഞാൻ പരിചയപ്പെടുത്താം. അല്പം മുമ്പ് നടന്ന സംഭവമാണ്. ഷോക്കോ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം സ്വയം പ്രഖ്യാപന ദൈവമാണ്. അദ്ദേഹം പറഞ്ഞു 1995, അതായത് 25 വർഷം മുമ്പ് ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞു. ഒന്നും സംഭവിച്ചില്ല. പിന്നീട് അദ്ദേഹം തന്നെ 95-ൽ നിന്ന് സംഭവിക്കാത്തതിന്റെ പ്രവചനം മാറ്റി 97-ൽ സംഭവിക്കുമെന്ന് പറഞ്ഞു. അന്നും ഒന്നും സംഭവിച്ചില്ല. 97-ന് ശേഷം 23 വർഷങ്ങൾക്ക് ശേഷം 2020 ജൂലൈ 12 വരെ ഒന്നും
അവതരിച്ചില്ല. ഞാനാണ് ദൈവം എന്ന് പറഞ്ഞു വന്ന ഷോക്കോ പണ്ട്. ഇനി ജിം ജോൺസൺ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ഭൂമിയിൽ സ്വർഗം പണിയും. സ്വർഗം നിങ്ങൾ പറയുന്നതൊന്നും സ്വർഗം ദൈവം ഇരിക്കുന്നിടം, അബ്രഹാം പിതാവ് ഇരിക്കുന്നിടം, നിങ്ങൾ കാണുന്നതൊന്നും സ്വർഗം. ഞാൻ ഈ ലോകത്തിൽ സ്വർഗം പണിയുമെന്ന് പറഞ്ഞിട്ട് വന്നു. പേര് ജിം ജോൺസൺ. സ്വർഗം പണിയാൻ പരിപാടി നടന്നില്ല. ഒടുവിൽ തങ്ങളുടെ ശ്രമം പരാജയപ്പെട്ടപ്പോൾ ധാരാളം അനുയായികളുമായി ആത്മഹത്യ ചെയ്തു എന്ന് മറ്റൊരു ചരിത്രമാണ്. ഇത് ദുരുപദേശങ്ങളുടെ കാലഘട്ടമാണ്. നമ്മുടെ ദേവാലയ സെമിത്തേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പൂർവികരുടെ വിശ്വാസത്തെക്കാൾ വിശ്വാസത്തിന്റെ പുതിയ കണ്ടുപിടുത്തങ്ങൾ അഥവാ പുതിയ വിശ്വാസങ്ങൾ കൊറോണ വൈറസ് പോലെ ഇന്ന് പടർന്നു പിടിക്കുമ്പോൾ ചില ആളുകൾ അത് വീഴുകയും ചെയ്യുന്നു. ഇത് മറ്റൊരു ദുരുപദേശം. ഇന്ന് രണ്ടാം പാഠഭാഗമായിട്ട് വായിക്കേണ്ട എഫേസ്യ ലേഖനം 4-ാം അധ്യായം 14-15 വാക്യങ്ങൾ ഞാനത് വായിച്ചു കേൾപ്പിക്കാം. നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ, മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാതിരിക്കുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ, അല്ലെ? ശിശുക്കളല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങോട്ട് വരാൻ പോലെ അങ്ങോട്ട് കുഞ്ഞുങ്ങളാകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉപദേശത്തിന്റെ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളെ പോലെ നിങ്ങൾ ആയിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. പ്രിയമുള്ളവരെ, ദുരുപദേശിക്കുന്ന കാലഘട്ടത്തിൽ പാറമേൽ വീട് പണിത്, ക്രിസ്തു എന്ന അടിസ്ഥാനമാകുന്ന പാറമേൽ വീട് പണിത് വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിക്കുക. രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്ന ഈ കാലഘട്ടത്തിലെ ഒരു പ്രത്യേകത, ഇത് സാത്താന്യ ആരാധനയുടെ കാലഘട്ടമാണ്. സൈറ്റനിക് വർഷിപ്പ്. 119-ാം സങ്കീർത്തനം നമ്മൾ വായിച്ചല്ലോ. അതിന്റെ 92-ാം വാക്യത്തിൽ, നിന്റെ ന്യായപ്രമാണം എന്റെ പ്രമോദമായിരുന്നില്ല എങ്കിൽ, എന്റെ സന്തോഷം ആയിരുന്നില്ല എങ്കിൽ ഞാൻ എന്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു. എന്റെ കഷ്ടതയിലും എന്റെ വേദനയിലും നിന്റെ ന്യായപ്രമാണമാണ് എന്നെ സന്തോഷിപ്പിച്ചത്. സങ്കീർത്തനക്കാരൻ പറയുക, വചനത്തിലുള്ള സങ്കീർത്തനക്കാരന്റെ അവിശ്വാസം. കഷ്ടതയിൽ ആശ്വാസം നൽകുന്ന വചനത്തിൽ സന്തോഷിക്കുന്ന സങ്കീർത്തനക്കാരൻ അതിന്റെ 103-ാം വാക്യത്തിൽ പറയുന്നു, തിരുവചനം എന്റെ അണ്ണാക്കിന് എത്ര മധുരം, അവ എന്റെ വായ്ക്ക് തേനിലും നല്ലത്. തേനിന്റെ പ്രത്യേകത എന്താ? തേനിന്റെ പ്രത്യേകത നല്ല ചെറുതേൻ. അല്പം ഒന്ന് രുചിച്ചു നോക്കിയാൽ ആ രുചി അങ്ങനെ കിടക്കും, അല്ലേ? നല്ല ചെറുതേൻ. ചക്രവെള്ള തേനല്ല, നല്ല തേൻ, ചെറുതേൻ. അപ്പോൾ എന്റെ അണ്ണാക്കിന് അത് അല്പം രുചിച്ചാൽ എന്റെ അണ്ണാക്കിൽ ആ മധുരം എങ്ങനെ എന്റെ വായിൽ കിടക്കുമെങ്കിൽ, തിരുവചനം എന്ന് പറയുന്നത് എന്റെ അണ്ണാക്കിന് അത്ര മധുരം, അവ എന്റെ വായിക്ക് തേനിലും നല്ലത്. അത്ര വലിയ സാക്ഷ്യമാ സങ്കീർത്തനക്കാരന്റെ. ഇതിന്റെ നടുവിലാണ് സാത്താന്യ ആരാധനയുടെ കാലഘട്ടമാണ് ഈ കാലഘട്ടം ഞാൻ പറഞ്ഞത്. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, 1 യോഹന്നാൻ 4:3, യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. എന്തെല്ലാം ആത്മാവെന്ന് പറഞ്ഞാലും യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അത് തന്നെ ലോകത്തിൽ ഉണ്ട്. ഇത് ലോകത്തിന്റെ മറ്റൊരു പ്രത്യേകത. കൊളംബിയ, അവിടെ നിന്ന് അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടന്നുമ്പോൾ പോലീസ് പിടികൂടാതിരിക്കുവാൻ അവർ സാത്താന്റെ സഹായം തേടി. സാത്താനെ പ്രീതിപ്പെടുത്തുവാൻ 25 യുവതികളുടെ ഹൃദയം ജീവനോടെ കീറിയെടുത്ത് സാത്താനെ സമർപ്പിച്ചു. ഇതും ഒരു ചരിത്രമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ സൈറ്റനിക് ചർച്ചിന്റെ ആരാധനകൾ നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. ഓർക്കണം,
സാത്താന്റെ പരീക്ഷയിൽ യേശു കർത്താവ് വിജയിച്ചത് വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ്. 3 പരീക്ഷയിലും യേശു കർത്താവ് സാത്താനെതിരെ പ്രയോഗിച്ചത് ദൈവവചനമാണ്. സാത്താന്റെ മേൽ ജയമെടുക്കുന്ന ദൈവത്തിന്റെ വചനം മുറുകെ പിടിക്കുവാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കണം. സാത്താനെ എതിർക്കുവാൻ ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ സാധിക്കൂ. സാത്താന്റെ മേൽ ജയമെടുക്കുന്ന ദൈവത്തിന്റെ വചനം മുറുകെ പിടിക്കുക. അങ്ങനെ കർത്താവിനായി നാം സജ്ജരാകുക. ഇന്നത്തെ കാലഘട്ടത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത, ഇത് ധാർമ്മിക അധപ്പതനത്തിന്റെ കാലഘട്ടമാണ്. 2010 മുതൽ ഉള്ള കണക്ക്, ഈ ദിവസം വരെയുള്ള കണക്ക്, ഇന്ത്യയിൽ ഓരോ വർഷം തോറും 10 ലക്ഷത്തിലധികം പേർ പുകവലി കാരണമായ അസുഖം കൊണ്ട് മരിക്കുന്നു എന്ന്. 2010 മുതൽ ഈ സമയം വരെ 10 ലക്ഷത്തിലധികം ആളുകൾ ഇന്ത്യയിൽ പുകവലി മുഖാന്തരം ഉണ്ടാകുന്ന പല രോഗങ്ങൾ കൊണ്ട് മരിക്കുന്നു. കുടുംബ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ക്രിസ്ത്യാനികളുടെ ഇടയിലാണ്. ഡിവോഴ്സും മറ്റും കുടുംബ പ്രശ്നങ്ങളെ പറ്റി പഠിച്ച ആളുകൾ പറഞ്ഞത് 60% കുടുംബ പ്രശ്നങ്ങൾ മദ്യപാനം കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഞാൻ കൂടുതലായിട്ട് വിശദമായിട്ടൊന്നും പറയുന്നില്ല. ധാർമ്മിക അധപ്പതനത്തിന്റെ കാലഘട്ടം. ബാക്കിയുള്ള ധാർമ്മിക അധപ്പതനം കാണണമെങ്കിൽ ഇന്ന് ആരാധനയ്ക്ക് ശേഷം TV വെക്കുക, പത്രം വായിക്കുക. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അധർമ്മം പെരുകുന്ന ലോകത്തിൽ അധർമ്മം പ്രവർത്തിക്കുന്നവരോട്, പിതാവിന്റെ ഇഷ്ടം ചെയ്യാത്ത ലോകത്തോട് യേശു കർത്താവ് പറയുന്ന ഒരു വാക്യമുണ്ട്. അധർമ്മം പെരുകുന്ന ലോകത്തിൽ അധർമ്മം പ്രവർത്തിക്കുന്നവരോട്, പിതാവിന്റെ ഇഷ്ടം ചെയ്യാത്ത ലോകത്തോട് യേശു കർത്താവ് പറയുന്ന ഒരു വാക്യം വിശുദ്ധ മത്തായി 8:23. ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ, എന്നെ വിട്ട് പോകുവിൻ എന്ന് തീർത്ത് പറയും. എത്ര ശക്തമാണ് ആ വാക്യം! എത്ര ശക്തമാണ് ആ വാക്യം! വിശുദ്ധ മത്തായി 8:23. കാണുന്നവർ ആ വാക്യങ്ങളൊക്കെ കുറിച്ചിട്ട് ഒരു പേപ്പർ കുറിച്ചിട്ടുള്ളൂ. മത്തായി 8:23. ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിൻ എന്ന് തീർത്ത് പറയും. നോ കോംപ്രമൈസ്. അവിടെ പ്രിയരെ, ദുരുപദേശങ്ങളുടെ കാലഘട്ടത്തിൽ, സാത്താന്യ ആരാധനയുടെ കാലഘട്ടത്തിൽ, ധാർമ്മിക അധപ്പതനത്തിന്റെ കാലഘട്ടത്തിൽ നാം ക്രിസ്തുവിനായി, സുവിശേഷ ഘോഷണത്തിനായി നമ്മെ തന്നെ സജ്ജരാക്കുവാൻ നാം ഉറപ്പുള്ള പാറമേൽ ഭവനം പണിയണം. ഉറപ്പുള്ള പാറമേൽ ഭവനം പണിയണം. വിശുദ്ധ മത്തായി 7:24-29 ആണല്ലോ നമ്മുടെ ഇന്നത്തെ സുവിശേഷ വേദഭാഗം. അവിടെ വീട് പണിയുന്നവൻ തിരഞ്ഞെടുത്ത 2 സ്ഥലങ്ങൾ നമുക്ക് കാണാം. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് വീട് വെക്കല്ലേ? നമുക്ക് 5 സെന്റ് സ്ഥലമുണ്ടെങ്കിൽ വീട് പണിയുന്നതിന് 2 സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക. ഒന്ന് ഉറപ്പുള്ള പാറ, 2 ഉറപ്പില്ലാത്ത മണൽ, പൂഴിമണൽ. ഉറപ്പുള്ള പാറ എന്തിനെ കാണിക്കുന്നു? ഉറപ്പുള്ള പാറ ആഴത്തിലുള്ള ഉറച്ച വിശ്വാസത്തെ കാണിക്കുന്നു. ആഴത്തിലുള്ള ഉറച്ച വിശ്വാസം, അതാണ് ഉറപ്പുള്ള പാറ. ഉറപ്പില്ലാത്ത മണൽ പൊത്തുവരുത്ത വിശ്വാസത്തെ സൂചിപ്പിക്കുന്നു. പൊത്തുവരുത്ത വിശ്വാസം അങ്ങനെ ഉണ്ടല്ലോ, ഒരു പൊത്തുവരുത്ത, എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് ജീവിച്ചു പോവുക. വിശ്വാസി എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണമെന്നല്ല. അതാണ് ഉറപ്പില്ലാത്ത മണൽ, പൊത്തുവരുത്ത വിശ്വാസം. ഇനി അവിടെ പറയുന്ന വൻമഴയും കാറ്റും, അതെന്തിനെ സൂചിപ്പിക്കുന്നു? അത് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധിയെ സൂചിപ്പിക്കുന്നു. പ്രതിസന്ധി അതെപ്പോഴും ഉണ്ടാകുമല്ലോ അല്ലേ? വൻമഴയും കാറ്റും, അത് ലോകമുള്ളിടത്തോളം അതുണ്ട്. പ്രതിസന്ധിയെയും പ്രശ്നങ്ങളെയും സൂചിപ്പിക്കുന്നു വൻമഴയും കാറ്റും. ഇവിടെ ഉറച്ച വിശ്വാസികൾക്കും പൊത്തുവരുത്ത വിശ്വാസികൾക്കും പ്രശ്നങ്ങൾ വരുന്നത് ഒരുപോലെയാണ്. ഇന്ന് ലോകത്തിൽ പടർന്നു പിടിച്ചിരിക്കുന്ന ഈ വൈറസ് വിശ്വാസികൾക്കും വിശ്വാസമില്ലാത്തവർക്കും എല്ലാവർക്കും, അത് ലോകത്തിന്റെ ഒരു ക്രമമാണ്. എല്ലാവർക്കും ഈ പ്രശ്നങ്ങൾ ഒരുപോലെയാണ്. ഇവിടെയാണ് ക്രിസ്തു എന്ന ഉറപ്പുള്ള അടിസ്ഥാനം നമുക്ക് ആവശ്യം. അപ്പൊ ഈ സാഹചര്യത്തിൽ ക്രിസ്തു എന്ന അടിസ്ഥാനം നമുക്കുണ്ട് എങ്കിൽ, ഉറപ്പുള്ള പാറയാകുന്ന ക്രിസ്തു നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, അവന്റെ വീഴ്ച വലിയതായിരിക്കില്ല.
അതാണ് ഇന്നത്തെ സുവിശേഷ വേദഭാഗത്ത് പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതം എപ്രകാരമാണ്? നമ്മുടെ വിശ്വാസ ജീവിതം കണ്ട് ചുറ്റുപാടുകൾ നമ്മെ കുറിച്ച് എന്താണ് പറയുന്നത്? അതാണ് ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും പ്രസക്തമായ വിഷയം. ക്രിസ്ത്യാനിയായ കന്നേറ്റി CSI ദേവാലയത്തിലെ ഇടവപ്പെട്ടക്കാരനായ റവറൻഡ് ഡാനിയൽ ജേക്കബ് അല്ലെങ്കിൽ റവറൻഡ് സാബു മങ്കുഴി എന്ന് വിളിക്കും. എന്നെ പറ്റി ഈ ചുറ്റുപാടുകൾ എന്താണ് പറയുന്നത്? എന്നെ പറ്റി എന്റെ സ്ഥലമായ മങ്കുഴിയിൽ എന്താണ് പറയുന്നത്? ഇതാണ് എന്റെ സാക്ഷ്യം. ചുറ്റുപാടുകൾക്ക് നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യമാണോ? എന്താണ് സാക്ഷ്യം? സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ അവസാനിപ്പിക്കുക, ഇതോടെ പറഞ്ഞു നിർത്തുക. എന്നെ കുറിച്ച് ഞാനൊരു വലിയ വിശ്വാസിയാണെന്ന് പറയുന്നതല്ല സാക്ഷ്യം, അല്ലേ? ഞാൻ പറയില്ല ഞാനൊരു വിശ്വാസിയാണ്. ആര് പറഞ്ഞു വിശ്വാസിയാണ്? ലോകം പറയണം. എന്നാൽ ചുറ്റുമുള്ളവർ എന്നെ കുറിച്ച് നല്ലത് പറയുന്നത് കേൾക്കുമ്പോൾ യേശു കർത്താവിനുണ്ടാകുന്ന സന്തോഷമാണ് എന്നെ കുറിച്ചുള്ള സാക്ഷ്യം എന്ന് പറയാം. ചുറ്റുമുള്ളവർ, എന്റെ ചുറ്റും താമസിക്കുന്നവർ എന്നെ കുറിച്ച് നല്ലത് പറയുമ്പോൾ അവൻ കൊള്ളാം നല്ലത് പറയുമ്പോൾ ഈ പറയുന്നത് സ്വർഗത്തിലെ ദൈവം കേൾക്കുന്നു. അപ്പോൾ യേശു കർത്താവിനുണ്ടാകുന്ന സന്തോഷമാണ് എന്നെ കുറിച്ചുള്ള സാക്ഷ്യം. ഈ സാക്ഷ്യം നമുക്കുണ്ടോ? ദൈവമുള്ളവരെ, നമ്മെ തന്നെ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കണം. ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനം നമ്മെ തന്നെ ഒരുക്കാം. യേശുവിനായി നമ്മെ തന്നെ ഒന്ന് സജ്ജരാക്കാം. ഈ ദൈവത്തെ നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഇപ്പോൾ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ വചനങ്ങളാൽ ശക്തീകരിക്കട്ടെ. ആമേൻ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ ദൈവജനത്തെ സജ്ജമാക്കുക. സകല ജ്ഞാനത്തിന്റെയും ഉറവിടമാകുന്ന ദൈവമേ, വിവിധ മാർഗങ്ങളോട് നിരന്തരമായി നിന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയും ദൈവജനത്തെ സനാതന സത്യത്തിൽ ഉറപ്പിക്കുവാൻ ഞങ്ങളെ സജ്ജരാക്കുകയും ചെയ്യുന്ന നിന്റെ പരിപാലനത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും തലമുറകൾ നിന്റെ വേദത്തിൽ നിലനിൽക്കുവാൻ കൃപ ചെയ്യണമേ. പാറമേൽ അടിസ്ഥാനങ്ങളുടെ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യരെ പോലെ നിന്റെ വചനം കേൾക്കുവാനും പ്രവർത്തിക്കുവാനും ഞങ്ങളെ സഹായിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവിനോടുകൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം
ഞങ്ങൾ അപേക്ഷിക്കുന്നു. സമാധാനത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തിന് കർത്താവ് ഐക്യമത്യത്തിൽ ഇഷ്ടപ്പെടുന്നതുമായ ദൈവമേ, നിന്നെ അറിയുന്നതും ഞങ്ങളെ നിന്റെ ജീവനിരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗങ്ങളുടെ ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളൊക്കെയും നിന്റെ താഴ്മയുടെ ദാസരായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വന്തം പിതാവായ കർത്താവേ, ഈ ദിവസത്തിന്റെ ആരംഭം വരെ ഞങ്ങളെ സ്വന്തത്തോടെ കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ മഹാശക്തി കൊണ്ട് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസം ഞങ്ങൾ യാതൊരു ഭാവത്തിൽ വീഴാതെ യാതൊരു ആപത്തിലും ഉൾപ്പെടാതെ നിന്റെ മുൻപാകെ നീതിയായുള്ളതിൽ എല്ലായ്പ്പോഴും ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ സകല ക്രിയകളും നിന്റെ ഭരണത്താൽ നടത്തപ്പെടേണ്ടത് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. വീണ്ടും നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് വരിക. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കാം. നമ്മെ കേൾപ്പിച്ച ദൈവവചനം അത് നമ്മെ ക്രിയ ചെയ്യുവാൻ കർത്താവേ അവിടുന്ന് സഹായിക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവജനമാകുന്ന നാം ദൈവരാജ്യ കെട്ടുപണിക്ക് വേണ്ടി സജ്ജരാകുവാൻ ഒരുങ്ങുവാൻ വിശുദ്ധ വചനം നമ്മെ ആഹ്വാനം ചെയ്തപ്പോൾ ഇന്നത്തെ ലോകത്തിന്റെ പ്രത്യേകതകളെ പറ്റി നാം കേട്ടുവല്ലോ. ഈ ലോകത്തിൽ യേശു കർത്താവ് ജയാളിയായി ജീവിച്ചുവെങ്കിൽ അവന്റെ ശിഷ്യന്മാരായ നമുക്ക് സാത്താന്റെ പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ മുന്നോട്ട് പോകുവാൻ വിശുദ്ധ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അതിനായി കർത്താവേ, നിന്റെ വചനത്തിന്റെ മർമ്മം എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്നെ പറ്റി എന്താണ് മറ്റുള്ളവർക്ക് പറയുവാനുള്ളത്? എന്റെ ക്രിസ്തീയ ജീവിതത്തെ പറ്റി എന്താണ് മറ്റുള്ളവർക്ക് പറയുവാനുള്ളത്? നല്ലത് പറയുവാൻ, അങ്ങനെ സ്വർഗം സന്തോഷിക്കുന്ന ഒരു വലിയ സാക്ഷിയായി ജീവിക്കുവാൻ ഹല്ലേലൂയ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ലോകത്തെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. അനേക മാസങ്ങളായി ഒരു വൈറസ്, നമ്മുടെ കണ്ണിന് കാണുവാൻ സാധിക്കാത്ത ഒരു വൈറസ് ഈ ലോകത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഭീകരത നമ്മുടെ കൊച്ചു കേരളത്തിൽ വന്നു നിൽക്കുന്നു. അതിന്റെ ഒരു ഭാഗമാകുന്ന കരുതൽപ്പള്ളിയിലും അതിന്റെ പ്രദേശങ്ങളിലും ഈ കോവിഡ് ബാധിക്കുന്നുവെങ്കിൽ നമ്മുടെ കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഉപയോഗിക്കാം. മാനുഷികമായ കഴിവുകളൊന്നും ഇതിനെ നിയന്ത്രിക്കുവാൻ പര്യാപ്തമല്ല എന്ന് ചില മാസങ്ങളായി നാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ കരം, ശക്തിയുള്ള കരം ഈ ലോകത്തിൽ നിന്ന് നിൽക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ വിഷയങ്ങളും നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ സഭയെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ സൺഡേ സ്കൂൾ, നമ്മുടെ യുവജന പ്രസ്ഥാനം, അൽമായ സംഘടന, നമ്മുടെ കൂട്ടായ്മകൾ, നമ്മുടെ സൃജന സഖ്യം, ആരാധനയുടെ ഭാഗമായിരിക്കുന്ന ഗായക സംഘം, നമ്മുടെ ചർച്ച് കമ്മിറ്റി, എല്ലാറ്റിനെയും നമുക്ക് ദൈവകരങ്ങൾ സമർപ്പിക്കാം. നമ്മുടെ സഭയിൽ ധാരാളം ആളുകൾ രോഗികളുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. പേര് പറഞ്ഞാൽ ധാരാളം ആളുകളുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞ് ഭവനത്തിൽ വിശ്രമിക്കുന്നവരുണ്ട്. വാർദ്ധക്യത്തിന്റെ ക്ഷീണവും പ്രയാസവും അനുഭവിക്കുന്നവരുണ്ട്. വലിയ വേദനയോടുകൂടി തങ്ങളുടെ ഭവനങ്ങളിൽ
തങ്ങളുടെ പ്രയാസം ആരോടും പറയുവാൻ സാധിക്കാതെ ഉള്ളിലൊതുക്കി വിങ്ങുന്ന ഹൃദയമായി ജീവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ സഭയിലുണ്ട്. അവരെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. കേരളത്തിലെ പുറത്തുള്ള നമ്മുടെ വിശ്വാസ സമൂഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ത്യക്ക് വെളിയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ ആരാധന ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അത് അനുഗ്രഹമായി തീരുവാൻ നമ്മുടെ സഭയിൽ മാത്രമല്ല ധാരാളം ആളുകൾ ആരാധന കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഈ ആരാധന അനുഗ്രഹമായി തീരുവാൻ ഇന്ന് നാം ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, സഭയായി പ്രാർത്ഥിക്കുമ്പോൾ, ഏതെങ്കിലും വിഷയത്താൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ വിടുതൽ നൽകുന്ന ആരാധനയായി ഇത് പരിഗണിക്കുവാൻ കർത്താവേ അവിടുന്ന് സഹായിക്കണമേ. സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് ഇറങ്ങി വരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ പറയാം. നമ്മുടെ മഹായിടവയോട് പ്രാർത്ഥിക്കാം. ഒരു ബിഷപ്പ് പാനൽ ഇലക്ഷന് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ മാനുഷികമായി നമ്മളൊക്കെ അതിൽ ആ പ്രക്രിയയിൽ ഭാഗവാക്കാണെങ്കിലും കർത്താവേ എന്റെ പരിശുദ്ധാത്മാവ് ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കും. ഇപ്പോൾ മഹായിടവയ്ക്ക് നേതൃത്വം നൽകുന്ന അഭിവന്യ ബിഷപ്പിനെ ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. നമ്മുടെ പട്ടത്ത സമൂഹം, സഭാപ്രവർത്തക സമൂഹം, നമ്മുടെ പ്രതികരണ മഹായിടവക, ലോകമെമ്പാടുമുള്ള ക്രിസ്തീയ സഭ, സഹോദരി സഭയായ തോമസ് സഭയുടെ മെത്രാപ്പോലിത്ത, നമ്മുടെ മോഡറേറ്റർ, CNI മോഡറേറ്റർ, എല്ലാം നമുക്ക് ദൈവകരങ്ങൾ സമർപ്പിക്കും. നമ്മുടെ രാജ്യത്തെ പ്രാർത്ഥിക്കാം. നമ്മുടെ കൊച്ചു കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ വലിയ മഹാമാരി ഈ ദേശത്താലും വിവേകത്തോടുകൂടി അതിനെ നേരിടുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ ഒക്കെ സഹായിക്കുന്ന പ്രാർത്ഥന. അനേക ആരോഗ്യ പ്രവർത്തകർ അവരും ഈ മഹാമാരി കോവിഡ് ബാധിച്ച് കഴിയുകയാണ്. നമ്മുടെ പോലീസ് സേന, നിയമപാലകർ, ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാർ, നഴ്സുമാർ, ഇതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങൾ സമർപ്പിക്കും. ഏറ്റവും ഒടുവിലായി നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ നമുക്ക് ദൈവത്തോട് അതിന്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുന്ന ദൈവം, ഹല്ലേലൂയ, നമ്മുടെ യാചനകൾക്ക് മറുപടി തരുന്ന ദൈവം. ആമേൻ. ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം സമർപ്പിക്കാം. ജനങ്ങൾക്ക് അല്പസമയം പ്രാർത്ഥിക്കുന്നതിനുള്ള അവസരമാണ്. ഒരു പാട്ടിന്റെ ഒരു ചരണം ഓർഗനിൽ വായിക്കുമ്പോൾ ഈ ആരാധന ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പ്രാർത്ഥിക്കുവാനുള്ള അവസരമാണ്. നിങ്ങളുടെ കണ്ണുകളൊക്കെ അടയട്ടെ. നിങ്ങളുടെ ഹൃദയവേദന, നിങ്ങളുടെ ഹൃദയം വേദനയോടുകൂടി ദൈവസ്ഥതയിൽ നിന്ന് പകരാം. മനസ്സിന്റെ നൊമ്പരങ്ങൾ അറിയുന്ന ഒരു ദൈവം, എന്റെ കണ്ണുനീരിനെ മാനിക്കുന്ന ഒരു ദൈവം, എന്നെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തിന്റെ കരങ്ങളിൽ എല്ലാ വിഷയങ്ങളും നമുക്ക് സമർപ്പിക്കാം. എല്ലാവരും കണ്ണുകളടച്ചാട്ടെ. എല്ലാവരും ഹൃദയങ്ങൾ ദൈവസ്ഥയിൽ ഏകാഗ്രമാക്കട്ടെ. വിടുതലിന്റെ ഒരു ആരാധനയായി ഈ ആരാധന തീരുവാൻ കർത്താവേ അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം.
സർവശക്തിയുള്ള ദൈവമേ, സകലങ്ങളുടെ പിതാവേ, അയോഗ്യരാടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്രതയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാബലിയും മനഃപൂർവ്വമുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിയിൽ പരിപാലിക്കുന്നതിനും ഈ ആഴ്ചയിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത നിന്റെ വിലവധിച്ചു കൂടാത്ത സ്നേഹത്തിന് വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന് പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാടുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുൻപാകെ നടന്നു. അങ്ങനെ ഞങ്ങളുടെ അത്രയോട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകല കണ്ണുകളെയും കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ നിനക്ക് പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിട്ടെ. ആമേൻ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്ത് മനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കേൾപ്പാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. രണ്ടോ മൂന്നോ പേർക്ക് നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷകൾ പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളുടെ അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുമെന്ന് നിവൃത്തിയിരുത്തി ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരണമേ. ആമേൻ. നോട്ടീസായിട്ട് സഭയെ അറിയിക്കുവാനുള്ള ചില കാര്യങ്ങൾ. നമ്മുടെ ആരാധന നാളെ 9:00 തന്നെ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് സഭയ്ക്ക് CSI റിസറക്ഷൻ ചർച്ച് കനേറ്റി എന്ന യൂട്യൂബ് ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ കാണുന്ന ഈ ആരാധന നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. ഈ വിവരം നമ്മുടെ പുറത്തുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും നിങ്ങൾ അറിയിക്കുകയും CSI റിസറക്ഷൻ ചർച്ച് കനേറ്റി എന്ന ചാനൽ, ആ ചാനലിൽ നിങ്ങൾക്ക് നമ്മുടെ ആരാധന ഏത് സമയത്തും കാണാവുന്നതാണ്. അതിലേക്ക് നിങ്ങൾ മറ്റുള്ളവരെ ക്ഷണിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇത് പറയുന്നത്. മറ്റുള്ള ആളുകൾ, നമ്മുടെ എല്ലാ ആളുകളും ഈ ആരാധന കാണണം പ്രത്യേകമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അതിന് നിങ്ങളുടെ സഹകരണം സഭയ്ക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കും. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് നമ്മുടെ പഞ്ചായത്ത് കണ്ടെയ്ൻമെന്റ് സോൺ ആണ്. കൂടുതൽ പ്രാർത്ഥിക്കുക, ജാഗ്രത കൈവിടാതിരിക്കുക. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം വെളിയിലേക്ക് ഇറങ്ങാമെന്ന് പ്രത്യേകമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പ്രാർത്ഥനാ വിഷയം ഉള്ളത് ഒരു വിവാഹമാണ്. നമ്മുടെ സഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് ഡേവിഡ് ഹെസ്കിയലിന്റെയും മേരി ഡേവിഡിന്റെയും മകൾ ഡിൻസി ഡേവിഡും പുതുപ്പള്ളി CSI സഭയിൽ വേലിത്തറയിൽ NS വർഗീസിന്റെയും ഗ്രേസി വർഗീസിന്റെയും മകൻ ഷെറിൻ S വർഗീസ് തമ്മിൽ തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പുതുപ്പള്ളി സെന്റ് പീറ്റേഴ്സ് CSI ദേവാലയത്തിൽ വെച്ച് വിവാഹിതരാകുവാൻ ഉള്ള ക്രമീകരണം ചെയ്യുന്നു. ഈ പ്രിയപ്പെട്ടവരെ ഡിൻസി ഡേവിഡിനെയും ഷെറിൻ എസിനെയും ഓർമ്മത്തെ പ്രാർത്ഥിക്കുക. ആരാധനകളില്ലാത്തതുകൊണ്ട് എപ്പിസ്കോപ്പൽ ലൈസൻസ് പ്രകാരമാണ് ഈ വിവാഹം നടക്കുന്നത് എന്നും സഭയെ ഞാൻ അറിയിക്കുന്നു. ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു നിമിഷം കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യരെ കുടുംബങ്ങളായിട്ട് വസിക്കുമാറാക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അടുത്ത തിങ്കളാഴ്ച പുതുപ്പള്ളി ദേവാലയത്തിൽ വെച്ച് വിശുദ്ധ വിവാഹത്തിലൂടെ കുടുംബ ജീവിതത്തിൽ പ്രവേശിക്കുന്ന ഡിൻസി ഡേവിഡിനെയും ഷെറിൻ എസിനെയും അവരുടെ കരകളിൽ സമർപ്പിക്കുന്നു. ശിശുപ്രായമുള്ള ഇതുവരെയും കൂടെ ഇരുന്ന ദൈവം നിന്റെ മക്കൾ ആരംഭിക്കുന്ന കുടുംബജീവിതത്തിൽ കൂടെ ഇരിക്കുന്ന കർത്താവ് ഒരു കുടുംബമായി അവരായിരിക്കുമ്പോൾ ദൈവത്തോട്
ആലോചന ചോദിച്ചുകൊണ്ട് കുടുംബജീവിതത്തിൽ പ്രവേശിക്കുവാൻ നിന്റെ മക്കളെ സഹായിക്കുന്നു. തിങ്കളാഴ്ച നടക്കുന്ന വിവാഹ ശുശ്രൂഷയിൽ അവിടുന്ന് എഴുന്നള്ളണം. ലോകം ചുറ്റുപാടുകൾ ഞങ്ങൾക്ക് പ്രതികൂലമാണ്, എങ്കിലും നീ ഞങ്ങളോട് കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ പ്രതികൂലങ്ങൾ അനുകൂലമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു, അല്ലെ ക്രമീകരണങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാം ഞങ്ങളുടെ കരങ്ങളുടെ അടിയങ്ങൾ സമർപ്പിക്കുന്നു. യേശു മൂലം അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നേ. ആമേൻ. നമ്മുടെ സഭയുടെ ദശാംശം, പിറന്നാൾ, അങ്ങനെയുള്ള കവറുകൾ അത് കമ്മിറ്റി അംഗങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ ഏൽപ്പിക്കുന്നതാണ്. അത് ഏൽപ്പിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളത് നിങ്ങളുടെ തുക കവർ വിട്ടാൽ ഒരു വരുമ്പോൾ കൂടുതലും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൂടുതൽ സമയം അവർക്ക് വീടുകളിൽ നിൽക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് എന്നാൽ തന്നെ അത് കവറിനകത്ത് വെച്ചാൽ ഒരു വരുമ്പം തന്നെ കൊടുക്കാം. കയറിയിരിക്കാൻ ഒക്കെയുള്ള ബുദ്ധിമുട്ട് നമ്മുടെ സാഹചര്യത്തിലുള്ളത് കൊണ്ട് അക്കാര്യത്തിലും എല്ലാ വിശ്വാസികളുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ജൂലൈ മാസത്തിൽ 12-ാം തീയതി വരെ പിറന്നാൾ ആഘോഷിക്കുന്നവർക്കും 12-ാം തീയതി ഇന്ന് വരെ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പ്രാവശ്യം കൂടി നമുക്ക് തലകളെ ഉണക്കാം. ഞങ്ങളെ സൃഷ്ടിക്കുന്നവരും ഞങ്ങളെ പരിപാലിക്കുന്നവരുമായ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ ആലയത്തിൽ ജന്മദിനം കൊണ്ടാടുന്ന, ഞങ്ങളുടെ ദേവാലയത്തിൽ വിവാഹ വാർഷികം കൊണ്ടാടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ദൈവകരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ആയുസ്സിനെ ദീർഘമാക്കി തരുന്ന ദൈവം അവിടുന്നാകുന്നുവല്ലോ. ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ ധന്യമാക്കി തരുന്ന ദൈവം അവിടുന്നാകുന്നുവല്ലോ. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു വർഷം കൂടി ഈ ലോകത്തിൽ ജീവിക്കുവാൻ നിന്റെ മക്കളെ അവിടുന്ന് സഹായിച്ചുവല്ലോ. ഈ 2 ആഴ്ചകളിൽ കുടുംബ വിവാഹ വാർഷികം കൊണ്ടാടുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ ഹർമോൻ വില മാത്യു ലൂക്കോസിനെയും കുടുംബത്തെയും, വിലകർഷൻ റജി തോമസിനെയും കുടുംബത്തെയും, ഷൈബു പി ഡാനിയലിനെയും കുടുംബത്തെയും, മോൻസിവില്ല സി പാപ്പനെയും കുടുംബത്തെയും, വടക്കുംപുറത്ത് തോമസ് ജോണിനെയും കുടുംബത്തെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുതിയൊരു വർഷത്തേക്ക് നിന്റെ മക്കളെ അവിടെ പ്രവേശിപ്പിക്കുമല്ലോ. നിന്റെ മക്കളുടെ കുടുംബ ജീവിതത്തെ തുടർന്നുള്ള നാളുകളിൽ ധന്യമാക്കണം. അത് കൊടുത്തിരിക്കുന്ന എല്ലാ നന്മകൾക്കായിട്ട് നിങ്ങളുടെ സഹോദരൻ, കുടുംബത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് സഹോദരൻ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് തുടർന്നു ധന്യമായ കുടുംബജീവൻ നയിക്കുവാൻ നിന്റെ മക്കളെ സഹായിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ ആയുസ്സിനെ ദീർഘമാക്കി തരുന്ന ദൈവമാകുന്നു. ഈ 2 ആഴ്ചകളിൽ ഞങ്ങളുടെ ദേവാലയത്തിൽ ജന്മദിനം കൊണ്ടാടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ ജോമു ഭവൻ, സുനു ജോമു, നലവീട്ടിൽ പ്രവീൺ ജേക്കബ്, തടത്തിൽ എമിൽ എബ്രഹാം, റീനു കോട്ടേജ് ഡേവിഡ് ജെയിംസ്, പ്ലാവിളിയിൽ ഡൽമാ സുനിത്, തടത്തിൽ ഡേവിഡ് ജേക്കബ്, സുരേഷ് ഭവൻ ഷരുൺ സാം, കാപ്പിൽ പടിയിട്ടതിൽ ലീലാമ ജോൺ, ആശാനത്ത് ജോസഫ് ജോർജ്, മദനൂർ സുജിത് ജോർജ്, പ്രിൻസ് വില്ല ജോഹാന പീറ്റർ, മദനൂർ വടക്കതിൽ തങ്കമ്മ ചെറിയാൻ, പുതുപ്പുരയ്ക്കൽ ജോർജ് എന്നിവരെ ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. ഒരു വർഷം കൂടി അവിടുന്ന് ആയുസ് ദീർഘമാക്കി കൊടുത്തു. തുടർന്നും അവിടുന്ന് ശക്തീകരിച്ച് ബലപ്പെടുത്തുന്നു. സംഭവബഹുലമായ ലോകത്തിൽ അതിശയകരമായി നിന്റെ മക്കളെ നടത്തിയ ദൈവത്തിന് നിന്റെ മക്കളോടൊപ്പം സഭയായി അടിയങ്ങളും സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് നിന്റെ മക്കളെ തുടർന്നും ശക്തീകരിച്ച് ബലപ്പെടുത്തണമേ. യേശു മൂലം അടിയങ്ങളുടെ പ്രാർത്ഥനകൾ ഉത്തരമാകണമേ. ആമേൻ. എല്ലാവർക്കും ചേർന്ന് ക്രിസ്തീയ ഗീതം 455 പാടാം. ഈ സമയത്ത് സ്തോത്ര വഴിപാട് സമർപ്പിക്കുന്നു. ക്രിസ്തീയ ഗീതം 455. Yes.
സകല നല്ലതാനങ്ങളുടെയും ദാതാവായ ദൈവമേ, നിന്റെ ജനങ്ങളുടെ വഴിപാട് കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ലോകത്തിൽ നിന്നും സമാധാനവും സമൃദ്ധിയും വർദ്ധിച്ചു വളരുവാൻ തക്കവണ്ണം ഈ വഴിപാടിനെയും ഇതർപ്പിക്കുന്ന ജനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണയുള്ള കൃപയിൽ കാവലും നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. കീർത്തനം 180 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം.